യുവർ ഇമോഷൻസ് ലൈസ്. നമ്മുടെ ഇമോഷൻസ് എപ്പോഴും ട്രൂത്ത് ആവണമെന്നില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണവർക്കൊക്കെ ഇത് നല്ല റിലേറ്റബിൾ ആയിരിക്കും. അതായത് നമുക്കിപ്പോൾ ഒരു ദിവസം ഒട്ടും എനർജി ഇല്ല, ജിമ്മിൽ പോകാൻ തന്നെ തോന്നണില്ല. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ എണീറ്റ് ജിമ്മിൽ പോയി ആ ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണ മുന്നേ അല്ലെങ്കിൽ ഒരു പുഷപ്പൊക്കെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുള്ളപ്പൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഇല്ലാത്ത എനർജി നമുക്ക് പതിയെ റീഗെയിൻ ചെയ്ത് വരും. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. നമുക്ക് ഒട്ടും എനർജി ഇല്ലെന്ന് വീട്ടിൽ വെച്ച് തന്നെ നമ്മുടെ ബ്രെയിൻ നമ്മുടെ അടുത്ത് പറയും. പക്ഷെ നമ്മൾ അത് കേൾക്കാണ്ട് നമ്മൾ നേരെ ജിമ്മിലേക്ക് പോയിട്ട് നമ്മൾ ജസ്റ്റ് ആ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഇല്ലാത്ത എനർജി പെട്ടെന്ന് റീഗെയിൻ ആയി വരും. ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ നമ്മുടെ അടുത്ത് തന്നെ ഫേക്ക് ആയിട്ട് പറയണത് നമുക്കിന് എനർജി ഇല്ല, അല്ലെങ്കിൽ കിടന്നോ, ഇന്ന് ജിമ്മിൽ പോകണ്ട, സേഫായിട്ട് എവിടെയെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക എന്ന് നമ്മുടെ തന്നെ ലൈ ചെയ്യണേണ്. ബട്ട് ആക്ച്വലി നമുക്ക് അതിൻ്റെ പൊട്ടൻഷ്യലും നമുക്ക് അതിൻ്റെ എനർജി എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ബട്ട് ബ്രെയിൻ അവിടെ വെച്ച് നമ്മളൊന്ന് ലൈ ചെയ്യണേണ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എനർജിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യലിൽ നിന്ന് നമ്മൾ കവറപ്പ് ചെയ്യണേണ്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഇമോഷൻസിനെ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമോഷണലി ഭയങ്കര വീക്കായിരിക്കും, അല്ലെങ്കിൽ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഒരാളായിരിക്കും. സോ എപ്പോഴും ഈ ഒരു ഇമോഷൻസിനെ കെയർ ചെയ്യാണ്ടിരിക്കുക, ആവശ്യമുള്ള ഇമോഷൻസ് മാത്രം കെയർ ചെയ്യുക.